ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു സാലഡ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് നല്ല വെയിറ്റ് ലോസിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാവുന്ന ഒരു സാലഡ് റെസിപ്പി. അപ്പം നമുക്കതിന് വേണ്ടിയ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത് നമ്മുടെ ചെറുപയറാണ്. ചെറുപയർ ഒരു കപ്പ് നല്ലതായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ വേണ്ടിയത് ഒരു കുക്കുംബർ വേണം, പിന്നെ ഒരു ടൊമാറ്റോ, പിന്നെ സ്ട്രോബെറി 2-3 വേണം, പിന്നെ ഹാഫ് ലെമൺ വേണം. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള നമുക്ക് ഉപ്പും ഒലീവ് ഓയിലും, പിന്നെ എരിവിന് നമുക്ക് ഒന്നെങ്കിൽ ചില്ലി ഫ്ലേക്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബ്ലാക്ക് പെപ്പർ യൂസ് ചെയ്യാം. അപ്പം എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ആദ്യം തന്നെ നമുക്ക് വേണ്ടിയ വെജിറ്റബിൾസ് അരിഞ്ഞു വെക്കുക. കുക്കുംബർ ചെറുതായിട്ട് അരിഞ്ഞു, ടൊമാറ്റോ, പിന്നെ സ്ട്രോബെറി കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും വെജിറ്റബിൾസ് ആഡ് ചെയ്യണമെങ്കിൽ അതും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ചെറുപയർ ഒരു ചെറിയൊരു ബൗളിലേക്ക് ആഡ് ചെയ്തു. അതിനുശേഷം നമ്മുടെ വെജിറ്റബിൾസ്, കുക്കുംബർ നന്നായിട്ട് കുഞ്ഞ് സ്ലൈസായിട്ട് അരിയുന്നതാണ് നല്ലത് സാലഡിന്. പിന്നെ സ്ട്രോബെറി ഉണ്ടെങ്കിൽ 2-3 ആഡ് ചെയ്യാം. പിന്നെ ഒരു ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് കുറച്ച് ഒലീവ് ഓയിൽ നമ്മുടെ ആവശ്യത്തിന്, ഒലീവ് ഓയിലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടുതൽ ഒഴിക്കാം, അതല്ലാത്തവർക്ക് കുറച്ച്. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണാണ് ഒഴിക്കുന്നത്. പിന്നെ ഒരു ഹാഫ് ലൈം എടുത്തിട്ട് അതിൻ്റെ നീരും നമ്മൾ ഇതിലേക്ക് ഒഴിക്കുക. ലെമൺ ഒഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ സാലഡിൻ്റെ ഒരു നല്ല ഫ്രഷ്നെസ്സും നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പം അതും ഒഴിക്കുക. പിന്നെ വേണ്ടിയത് ഉപ്പാണ്. അത് ആവശ്യത്തിന് നോക്കിയിട്ട് കുറച്ച് ഇടുക. പിന്നെ ഞാനിവിടെ എരിവിന് ഇവിടെ ചില്ലി ഫ്ലേക്സാണ് യൂസ് ചെയ്യുന്നത്. അത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് പെപ്പർ യൂസ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പം ഇത്രയേ ഉള്ളൂ, നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റിയുമാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡാണ്. ഇത് വെയിറ്റ് ലോസിനൊക്കെ ആവശ്യമുള്ളവർക്ക് നമുക്കൊരു മീലായിട്ട് തന്നെ യൂസ് ചെയ്യാം. ഒരു ഡിന്നർ മീലോ ലഞ്ചിനോ ഒക്കെ ഇത് യൂസ് ചെയ്യാം. ഇതിനകത്ത് പ്രോട്ടീനും എല്ലാം ഉണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം ഈ ചാനലിൽ. ഓക്കെ, ബൈ.